മറ്റേ മണിക്കൂർ ചേച്ചി കരയാണോ ചിരിക്കാണോ? സന്തോഷം കൊണ്ട് ചിരിച്ചോണ്ട് കരയാണ്. ക്ലൈമാക്സ് നിങ്ങൾ കഴിഞ്ഞു പോയില്ലേ, അതിനുശേഷം ഒരാള് നവ്യ എന്നോട് ചോദിക്കുന്നത് ഇതിന്റെ സെക്കൻഡ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ. സെക്കൻഡ് പാർട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. ഈ പരിപാടി ഇത്ര കേറുന്ന നിങ്ങൾ വിചാരിച്ചിരുന്നോ? ലക്ഷ്മി, ഇതെന്തായാലും യൂട്യൂബില് റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരു സ്കിറ്റ് ആയിട്ടുള്ള ഒരു സംശയമല്ല. മില്യൺ ഹിറ്റ്സ് ആയിരിക്കും. കോച്ചിപ്പിടുത്തൊക്കെ ഉണ്ടല്ലോ, എന്ത് രസമായിരുന്നു നിങ്ങള്. എനിക്കറിയില്ല പേരെന്താണ്. മീനാക്ഷി. മീനാക്ഷി അങ്ങ് മീനാക്ഷി ആയിട്ട് അങ്ങ് ജീവിക്കുവായിരുന്നു. എന്തായാലും സൂപ്പർ ഷോയിലെ സ്റ്റേറ്റ് അവാർഡ് നാടകത്തില് ഏത് നാടകത്തിലായിരുന്നു? ഒന്ന് കാളിദാസ കലാകേന്ദ്രത്തിന്റെ മായാദർപ്പൺ, പിന്നെ 2 കോഴിക്കോട് സങ്കീർത്തനയുടെ, ഒന്ന് അരങ്ങിലെ അനാർക്കലി, ഇപ്പൊ പിന്നെ പറന്നു ചേരാനൊരു ചിറക് 2020. ഒന്നും പറയാനില്ല, നിങ്ങൾ അസാധ്യ ഗംഭീര വേറെ ലെവൽ ആർട്ടിസ്റ്റ്. മീനാക്ഷി മീനൂട്ടി എന്ന് പറഞ്ഞ് ഇന്ന് മുതല് വിളിക്കാം. മീനു എന്താ ഇത്? നാണം കൊണ്ട് കളം വരച്ചതാ, ടച്ച് വിട്ടുപോയി. ഇത് ടച്ച് വിട്ടുപോയതല്ല, ജോയിന്റ് വിട്ടുപോയതാണ്. ചെറുപ്പത്തിലെ 5 വിരല് കൊണ്ടും വരയ്ക്കുമായിരുന്നു. ഇപ്പൊ ഒരു വിരല് പോലും പറ്റുന്നില്ല അല്ലേ? കളം വരപ്പും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? ഒരു ഇച്ചിരി കുറയ്ക്കാവോ? എന്താ? ഒരു പൊടിക്കൂടെ? എന്താ? വേറെ ലെവൽ ആർട്ടിസ്റ്റ്. ഒരു ഇത് രക്ഷയില്ല. നമ്മുടെ കേരളത്തിലുള്ള ഈ സിനിമയാണല്ലോ ഏറ്റവും കൂടുതൽ ജനകീയമായിട്ട് ആൾക്കാർ കാണുന്ന ഒരു മീഡിയം. അപ്പൊ അതുകൊണ്ട് അവിടെയും വന്ന് വലിയ കലാകാരിയായി മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴാ നെൽസൺ ചേട്ടന് ഒരു ആശ്വാസമായത്. മണിക്കുട്ടണ്ണന്റെ എൻട്രി മുതല് ഞാൻ ചിരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. കുറെ നാളായി ലൈവ് അണ്ണന്റെ പെർഫോമൻസ് കണ്ടിട്ട്. ഫസ്റ്റ് എൻട്രി മുതൽ കലക്കി. മീനാക്ഷി ചേച്ചി അടിപൊളിയായിരുന്നു. അനീഷ്, അശ്വതി രണ്ടുപേരും തകർത്തു. മെമ്പറും കൂടെ വന്നപ്പോഴത്തേക്കും ഞാൻ മെമ്പർ ഒരു രക്ഷയില്ല. മെമ്പർ വന്നിട്ട് ഇനി ഇതിനകത്ത് എന്താ പ്ലേ നടക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ അതിന് അതെ ക്രിക്കറ്റ് കൊണ്ടുവന്ന് വളരെ ടൈം എടുത്ത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യിപ്പിച്ചു. നാട്ടുകാർ ഇവിടെ കിടന്നാ ഓർക്കുന്നത്. ഞാൻ മെമ്പർ പറയണ ഒരു കാര്യം കേൾക്കണം. അതായത് ഈ അച്ഛൻ എന്നെ കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ അവസാനം ഒരു കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോ അച്ഛൻ അതേ ദിവസം വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വന്നേ. അവൻ അനവസരത്തിൽ, ഞാൻ അവസരത്തിൽ കിട്ടും. എന്നിട്ട് ഇവിടെ ഒരു മുറി, ഒരു കട്ടിലേ ഉള്ളൂ. ആ കട്ടിൽ ആദ്യരാത്രി നടത്തും എന്നുള്ള ചർച്ചയും വഴക്കുമാണ് ഇവിടെ നടക്കുന്നത്. ചർച്ചയല്ല, മത്സരം. എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല അടുത്ത പ്രാവശ്യം തോക്കും. ആദ്യ രാത്രിയിലും മെമ്പർ വന്നപ്പോ ഡയറി എടുക്കാൻ മറന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ രണ്ടുപേരും ആ കേറി കല്യാണം കഴിച്ചിട്ട് വരുന്ന വരവൊക്കെ ഉണ്ടല്ലോ. എന്താ ആവേശം. പെണ്ണിന് ഭ്രാന്ത്. ഇവിടെ വാ. തുഷാറിനെ ഞാൻ ഇനി തുഷു എന്നേ വിളിക്കൂ. ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും ചേർത്തത് നന്നായി. ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും കൂടെ ചേർത്തിരുന്നെങ്കിൽ അച്ഛൻ എന്റെ കൂടെ പറഞ്ഞേക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരാനാണ്. പക്ഷെ വീട്ടിലെത്തിയപ്പോ ഒരു ടെൻഷൻ. എന്തിനു ടെൻഷൻ? അങ്കിളല്ലേ പറഞ്ഞത് ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോണ്ട് വരാൻ. പിന്നെ എന്തിനു ടെൻഷൻ അടിക്കണം? അങ്കിളിന് ഒരു സർപ്രൈസ് കൊടുക്കാം. വിളി അങ്കിളിനെ. കുഴപ്പമില്ലല്ലേ? ഓ വിളി. അച്ഛാ. എന്തായാലും ഒരു വീട്ടിൽ ഒരേ ദിവസം അച്ഛനും മോനും കല്യാണം കഴിച്ചാ ഇങ്ങനെ ഇരിക്കും. ഒറ്റ മുറിയുള്ളൂവെങ്കിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉറപ്പ് കേട്ടോ. സംഗതി സക്സസ് ഏറ്റവും. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഈ ഒരു ഫ്ലോറിൽ വെച്ച് നമ്മൾ റിവീൽ ചെയ്യാണ് ഈ ആദ്യ രാത്രി സീസൺ 2 ഉടനടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.
ഇവിടെ വൈറലായ ഒരു ഹണിമൂൺ കഥയുണ്ട്. ടെൻഷൻ അടിക്കണ്ട. സുരാജേട്ടനെ എല്ലാരും നോക്കുന്നുണ്ടല്ലേ? ഒളി ക്യാമറ വെച്ച പോലെ ഭയങ്കര വൈറലാ. ചേട്ടാ, റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. നാഗേന്ദ്രൻ ഹണിമൂൺ, അതില് ആ ഒരു പെണ്ണ് കാണൽ സീക്വൻസ് നമുക്കൊന്ന് ഇവിടെ കണ്ടാ കൊള്ളാന്നുണ്ട്. ഗ്രേസ് വന്നിട്ടില്ലെന്നറിയാം. ഇവിടെ ഒരു ഗ്രേസ് ഉണ്ട്, നമുക്ക് ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. അനു, അങ്ങനെ ഒരു അവസരം കിട്ടിയതിന് എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. നമുക്ക് ലൈവ് ആയിട്ടൊന്ന് കാണിച്ചു തരുമോ? എന്താണ് ആ ഗ്രേസ് ഇങ്ങനെ ചാടി ചാടി ചാടി? അതുപോലെ ഒന്നല്ല, അത് ഞങ്ങൾ നോക്കിക്കോളാം. റെഡി? ഞാൻ നിക്കാം, നീ തുടങ്ങിക്കോ. നമുക്ക് ലൈവ് ആയിട്ടൊന്ന് കാണിച്ചു തരുമോ? എന്താണ് ആ ഗ്രേസ് ഇങ്ങനെ ചാടി ചാടി ചാടി? അതുപോലെ ഒന്നല്ല, അത് ഞങ്ങൾ നോക്കിക്കോളാം. റെഡി? ഞാൻ നിക്കാം, നീ തുടങ്ങിക്കോ. ജോസ്റ്റൈന് ഇഷ്ടായോ? പറ. എന്നെ മിന്നിട്ടാവോ? പറ. എന്റെ കോട്ടയത്തോണ്ട് സിനിമ കാണിക്കണം. വെള്ളപ്പൂക്കളുള്ള മഞ്ഞ സാരി മേടിച്ചു തരണം. താജ്മഹലിന്റെ മുന്നിൽ പോയി ഫോട്ടോ എടുക്കണം. പാട്ടുപുസ്തകത്തിൽ നിന്ന് പാട്ടെടുത്ത് തരണം. നമുക്ക് ഒത്തിരി പിള്ളേർ വേണം. ജാതിമരം കുലുങ്ങി വീഴുന്ന പോലെ ചുറ്റും. മഴ പെയ്യണ പോലെ എന്ന് പറയാത്തത് ഭാഗ്യം. തിന്ന്. ഈ ഗ്രേസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരായി അനു. അയ്യോ, നല്ല രസമുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് ഡയലോഗ് ബൈഹാർട്ട് ചെയ്ത് ആദ്യമായിട്ടാണ് അനു ഒരു കാര്യം പറഞ്ഞ ഞാൻ കേൾക്കണേ. കറക്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ അതിലങ്ങ് നിൽക്കായിരുന്നു. ഞാൻ എന്റെ രീതിയിൽ എന്ത് ചേട്ടാ നന്നായിട്ട് ചെയ്തു അല്ലേ? ആ നാഗേന്ദ്രൻ കരയണോ? എന്ത് പറ്റി നെൽസൺ ചേട്ടാ? എടാ ഓവറാക്കല്ലേ, കാര്യം പറയും. ഞാൻ ആദ്യമായിട്ട് ഈ കുട്ടി ഒരു തെറ്റും പറ്റാതെ നല്ലപോലെ പറയുന്നത് ഞാൻ സന്തോഷം. റിയൽ ആയിട്ട് നമ്മൾ ആ ഒരു സീൻ മനസ്സിലാലോചിക്കാൻ പറ്റില്ല. ഭയങ്കര രസമായിരുന്നു. എങ്ങനെയായിരുന്നു നിങ്ങളത് ഡെവലപ്പ് ചെയ്തേ? ശരിക്കും അതില് ആ സ്ക്രിപ്റ്റില് അതെല്ലാം ഉണ്ടായിരുന്നു. ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പിസോഡും ഞാനും ഗ്രേസുമായിട്ടുള്ള ആ ഒരു എപ്പിസോഡായിരുന്നു. അത് അടിപൊളിയായിട്ട് ചിരിയൊക്കെ വന്നോ ഇൻ ബിറ്റ്വീൻ ഷൂട്ട് പിന്നെ ചെയ്യുമ്പോ? പുള്ളിക്കാരി ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ചാടി വരുമ്പോ തന്നെ എനിക്ക് ചിരി വന്നു. ഞാൻ പിന്നെ അതനുസരിച്ചിട്ട് അങ്ങ് നിന്ന് കൊടുത്തു, അത്രേ ഉള്ളൂ. അടിപൊളി. ഓക്കെ, അപ്പൊ ഇവിടെയും നല്ല രസമായിട്ട് സുരാജേട്ടൻ നമുക്ക് വേണ്ടി നിന്ന് തന്നു, അനുവിന് വേണ്ടി നിന്ന് തന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അസലായിരുന്നു. സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീര സ്കിറ്റായിരുന്നു. അപ്പൊ നമുക്ക് ഒരു ആഗ്രഹം. എന്താ? ചെറിയ ഒരു ആദിരാത്രി അവിടെ മദ്യവെച്ചിട്ട് വരുന്ന മണവാളൻ. ഒയ്യോടാ, അടിപൊളി അടിപൊളി. നെൽസൺ ചേട്ടൻ ഇത് ഓപ്പോസിറ്റ് ടീമിലേക്ക് ചെയ്യാൻ കൊടുക്കുന്ന ടാസ്ക് ആണ്. ഉല്ലാസിന്റെ ടീമിലെ അർജുനും മാത്യുവും കൂടെ വരട്ടെ. ഓക്കെ, ഒരാള് മണവാളൻ, ആർക്ക് വേണമെങ്കിലും മണവാട്ടിയാവാം, ആർക്ക് വേണമെങ്കിലും മണവാളനാവാം. ഇതിൽ ആരാണ് മണവാട്ടി? അതിന്ന് തുടങ്ങാം. ഇത് മണവാട്ടി, ഇത് മണവാളൻ. ഞാൻ മണഗുണാഞ്ചൻ. ഇത് എനിക്കുള്ളതാണ്. ഇവിടെയായിരുന്നോ ചോദിച്ചു മേടിക്കണേ? സുരാജേട്ടൻ പറഞ്ഞ പോലെ മണവാട്ടി, മണവാളൻ. ഞാൻ മണവാളൻ. ഓക്കെ, ശരി, ഞങ്ങൾ മാറിത്തരാം. ഇനി കട്ടുറുമ്പാവണില്ല. ആദ്യ രാത്രി അടിച്ച് സെറ്റ് ആയിട്ട് വരുന്ന മണവാളൻ.
തനിക്കൊരു ഒരു മര്യാദ ഉണ്ട് കൊടുക്കാൻ മോളെ അതെ മോളെ ചേച്ചി കേക്കടി ചേട്ടാ പിള്ളേര് നിർമ്മിച്ചപ്പോ ഫ്രണ്ട്സ് ചെറുതായിട്ട് കുടിച്ചു പോയി ഒന്നും തോന്നല നിനക്ക് ചേട്ടൻ നിന്റെ പൊന്നുപോലെ ഇന്നോട്ട് നോക്കും അടി നിർത്തി സത്യം ഇനി അടിക്കൂല പോരെ ഞാൻ പറയാൻ വരുന്ന അതല്ല. എന്താ മോളെ തന്റെ കല്യാണം അല്ലായിരുന്നു? ആടി താൻ എവിടെയാ വന്നിരിക്കുന്ന അറിയൂ? നിന്റെ അടുത്ത് എടാ നിന്റെ വീട് 2 വീട് അപ്പറയടാ. ഈ വീട് നീ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് നീ മന്മഥനല്ലേ? സോങ്ങിൽ തന്നെ ഒരു പ്ലേ ആയിരുന്നു ഫുൾ പ്ലാൻ ചെയ്തത്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഡയലോഗ്സ് വേണമെന്ന് I see. Okay. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആ ഡയലോഗ് വന്നോണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. സോങ് നല്ല ഉളായിരുന്നു. ഉല്ലാസന കൈയടി കൊടുക്കണ്ടേ? എല്ലാ എപ്പിസോഡിലും നമ്മുടെ സൂപ്പർ ഷോയില് വാവ് പെർഫോമൻസ് ഏതായിട്ടാണോ തോന്നുന്നത് ആ വാവ് എലമെന്റ് ഉള്ള ആ ഒരു പെർഫോമൻസിന് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു വാവ് ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടായിരിക്കും കേട്ടോ. സോ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസ് നമ്മുടെ ഇവിടുത്തെ ഗ്രേസ് ആന്റണി കൊണ്ടുപോയിരിക്കുകയാണ്. ജോസ് ചൈതന്യന് ഇഷ്ടായോ? പറ. എന്നെ മിന്നു കിട്ടാവോ? പറ. ഒരു വാവ് പെർഫോമൻസ് നമുക്ക് തന്നതുകൊണ്ട് പ്രസന്റഡ് ബൈ സൺഫീസ് വൗസേഴ്സ്. ഓരോ ബൈറ്റിലും വാവ് വിത്ത് 14 layers of flaky deliciousness. അനു, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ മിയ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. So now we are saying bye from IHNA Australia and Pavaram Cook of Smart Curry Powder, C Kerala Super Show co-presented by Sunfeast Mobsters, co-powered by Indian Institute of Commerce Lakshya and Ujala Crisp and Shine. Our ice cream partner Camry Ice Cream, special partners Kia Ceros, Equastar, UPVC Rain Gutters, Cardia Coconut Oil, energy partner Sun Tips Tea. Saying ta-ta, bye-bye. Good night.